എല്ലാവർക്കും നമസ്കാരം. മഹാമായയുടെ ശ്രീദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. 84-ാമത്തെ ശ്ലോകം. വിഷ്ണു ശരീരഗ്രഹണമഹമീശാനയേവ ച കാരിദാസ്ഥേയതോതസ്ത്വാം കസ്തോതും ശക്തിമാൻ ഭവേത്. വിഷ്ണു ഭഗവാനാണ്. അഹം ഞാനും, ബ്രഹ്മാവായ ഞാനും അവിടുന്ന് വിഷ്ണു ഭഗവാനും ഈശാനഹ ഏവ ച, ഈശാൻ അതായത് രുദ്രനും. ഇത് ദേവിയോട് ചെയ്യുന്ന സ്തുതിയാണ്. അപ്പോൾ ഞാനും വിഷ്ണു ഭഗവാനും അതുപോലെ തന്നെ ഭഗവാനും രുദ്രനായിരിക്കുന്ന ഈശാനഹ എന്ന് പറഞ്ഞിരിക്കുന്ന രുദ്രൻ മഹാദേവനും തേ നിന്തിരുവടിയാൽ ശരീരഗ്രഹണം കാരിതഹ, ശരീരഗ്രാഹികളാക്കി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു. ശരീരം അവിടുത്തെ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ശരീരഗ്രാഹികളായി ഇരിക്കുന്നത്. യഥ അതുകൊണ്ട് അപ്രകാരമായതിനാൽ തത്വാം സ്തോതും നിന്തിരുവടിയെ ത്വാം അവിടുത്തെ സ്തുതിക്കുന്നതിന് ശക്തിമാൻ ആര് ശക്തിമാനായി ഭവിക്കും. അതായത് വിഷ്ണുവും ഞാനും രുദ്രനും നിന്തിരുവടി നിമിത്തം ഈ മഹാദേവിയുടെ അനുഗ്രഹം കൊണ്ട് ശരീരത്തെ ഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ സ്തുതിക്കുന്നതിന് ആര് ശക്തിമാനായി തീരുന്നു, അതായത് ആരും ശക്തിമാനായി തീരുന്നില്ല എന്ന് സാരം. അവിടുത്തെ പ്രഭാവം കൊണ്ടും അവിടുത്തെ ശക്തി കൊണ്ടുമാണ് ഞങ്ങൾക്ക് ഈ ശരീരം കിട്ടിയിരിക്കുന്നത്. അതായത് സൃഷ്ടിസ്ഥിതി സംഹാരകാരകന്മാരായ ത്രിമൂർത്തികൾക്ക് അവിടുത്തെ പ്രഭാവം കൊണ്ടാണ് ശരീരം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കാൻ അപ്പോൾ ഞങ്ങൾ എങ്ങനെ ശക്തിമാനായി തീരും എന്ന് ചോദിച്ചാൽ ആരും ശക്തിമാനായി തീരുന്നില്ല എന്ന് അർത്ഥം. ശരീരമുള്ളവനെല്ലാം അവിടുത്തെ സ്തുതിക്കുന്നതിന് അസമർത്ഥൻ തന്നെയെന്നും പറയാം. അതായത് ശരീരമില്ലാത്ത മുക്തന്മാരായിട്ടുള്ള എല്ലാവരും അവിടുത്തെ രൂപത്തിലാണ് എന്ന് സങ്കല്പിക്കുന്നു. അങ്ങനെയുള്ള നിന്തിരുവടി എങ്ങനെ സ്തുതിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 85-ാമത്തെ ശ്ലോകം. സാത്വമിധ്വം പ്രഭാവൈഹി സ്വൈരുദ്ധാരൈർദേവി സംസ്തുത മോഹയൈതൗ ദുരാധർഷാവസുരൗ മധുകൈടഭൗ. ദേവി സാ ത്വം, അല്ലയോ ദേവി നിന്തിരുവടി, ഇത്തം സ്വൈഹി ഇപ്രകാരം സ്വ ആത്മീയങ്ങളായി, ഉദാരൈഹി ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന, പ്രഭാവൈഹി മാഹാത്മ്യങ്ങളെ കൊണ്ട്, ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന അവിടുത്തെ മാഹാത്മ്യങ്ങളെ കൊണ്ട്, സ്തുതിക്കപ്പെട്ടവളായിട്ട്, സംസ്തുത നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട്, ഏതോ ദുരാധർഷവും ഈ ദുരാധർഷന്മാരായ മധുകൈടഭൗ അസുരൗ, മധുകൈടഭന്മാരെന്ന അസുരന്മാരെ മോഹിപ്പിച്ചാലും. അതായത് ബ്രഹ്മാവ് സ്തുതിക്കുകയാണ് മഹാമായ യോഗമായാദേവിയെ, പറഞ്ഞിരിക്കുകയാണ് ഇപ്രകാരം ഉത്കൃഷ്ടങ്ങളായിരിക്കുന്ന സ്വാത്മീയങ്ങളായിരിക്കുന്ന മഹാത്മ്യങ്ങളെ കൊണ്ട് നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ദുർവൃത്തന്മാരായ മധുകൈടഭന്മാരെ മോഹിപ്പിച്ചാലും എന്ന് പറയുകയാണ്. പറഞ്ഞതുപോലെ മാഹാത്മ്യങ്ങളും അസാധാരണങ്ങളുമായിട്ടുള്ള സ്തുതികളാണ്. നല്ലവണ്ണം സ്തുതിക്കപ്പെട്ടവളായിട്ട് ഈ ദുരാധമന്മാരെ ഈ അസുരന്മാരെ മോഹിപ്പിച്ചാലും എന്ന്. അതായത് അതുല പരാക്രമികളാണെന്ന് നമ്മൾ വായിച്ചിരുന്നു ആദ്യം പറഞ്ഞ ശ്ലോകങ്ങളിൽ. അപ്പോൾ അവർക്ക് അവരുടെ ആ പരാക്രമത്തെയൊക്കെ മോഹത്തിനടിമയാക്കി അവരെ അവിവേകികളാക്കി ചെയ്താലും അവിവേകികളാക്കിയാലും ബുദ്ധിഭ്രമം ബാധിച്ചവരാക്കിയാലും എന്നാണ് പറയുന്നത്. അടുത്തത് 86-ാമത്തെ ശ്ലോകം. പ്രബോധഞ്ച ജഗത്സ്വാമി നീയതാമച്യുതോ ലഘു ബോധശ്ച ക്രിയതാമസ്യ ഹന്തുമേതൗ മഹാസുരൗ. ജഗത്സ്വാമി അച്യുതഃ, ജഗന്നാഥനാണ് അച്യുതൻ നാശമില്ലാത്തവൻ. അപ്പോൾ ജഗന്നാഥനായ നാശമില്ലാത്തവനായ അച്യുതൻ മഹാവിഷ്ണു. ലഘു പ്രബോധം ച, വേഗം ജാഗരണത്തെ, നീയതാം പ്രാപിക്കട്ടെ. അതായത് അച്യുതൻ ഉറങ്ങുകയാണ്, മഹാവിഷ്ണു ഉറങ്ങുകയാണ്, വേഗം ജാഗരണത്തെ പ്രാപിക്കട്ടെ എന്ന് പറഞ്ഞാൽ വേഗം ഉണരട്ടെ. ഏതോ മഹാസുരൗ ഹന്തും, ഈ മഹാസുരന്മാരെ ഹന്തും നിഗ്രഹിക്കുന്നതിന്, അസ്യ ഈ ഭഗവാന്, ബോധം ച
ഉത്സാഹത്തോടു കൂടിയ ബുദ്ധിയും ഉന്മേഷവും ക്രിയതാം ചെയ്യണം, ചെയ്യപ്പെടണം, ദേവിയാൽ ചെയ്യപ്പെടണം. അതായത് ഈ അദ്ദേഹത്തെ മഹാവിഷ്ണുവിനെ നിദ്രയിൽ നിന്നുണർത്തിയിട്ട് ഈ മധുക ഇടഭന്മാരെ വധിക്കാനുള്ള ബുദ്ധിയും ഉത്സാഹത്തോടു കൂടിയ ബുദ്ധിയും ഉന്മേഷവും പ്രദാനം ചെയ്യണമെന്ന് ബ്രഹ്മാവ് സ്തുതിച്ചിരിക്കുകയാണ്. അല്ലയോ ദേവി, നിന്തിരുവടിയാൽ ജഗത്സ്വാമിയായി, അച്യുതനായി, അതായത് നാശമില്ലാത്തവനായി, ദൈത്യാരിയായിരിക്കുന്ന, അസുരന്മാരെ വധിക്കുന്നവനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ വേഗത്തിൽ നിദ്ര കൈവിടിയട്ടെ. യോഗനിദ്രയായ നിന്തിരുവടിയാൽ അദ്ദേഹം ഉപേക്ഷിക്കപ്പെടണം എന്നർത്ഥം. അതായത് യോഗമായ ദേവി അദ്ദേഹത്തെ വിട്ടുപോരണം. വിശേഷിച്ച് ഈ മഹാസുരന്മാരെ നിഗ്രഹിക്കുന്നതിന് വിഷ്ണു ഭഗവാന് ബുദ്ധിയും ഉന്മേഷവും ഉത്സാഹവും ഉണ്ടാക്കണം എന്ന് ബ്രഹ്മാവ് സ്തുതിച്ചിരിക്കുന്നു. നമുക്ക് ഈ വീഡിയോയിൽ ഇത്രയും മതി. 3 ശ്ലോകങ്ങളുടെ അർത്ഥമുണ്ട് ഇത് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ കമൻസ് പ്രതീക്ഷിക്കുന്നു. അതുപോലെ വിശ്വാസമുള്ള, നിങ്ങളുടെ അതുപോലെ അറിയാൻ താല്പര്യമുള്ള ദേവീ മാഹാത്മ്യത്തെ കുറിച്ച് കൂടുതൽ അറിയണം, അർത്ഥമെങ്കിലും അറിയണമെന്നുള്ളവർക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. വളരെയധികം നന്ദി. നമസ്കാരം. എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വീണ്ടും കാണാം.